ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ബേക്കറികളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന താരം എന്നറിയപ്പെടുന്ന കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കിണ്ണത്തപ്പം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും ബേക്കറിയൊക്കെ വീട്ടിൽ വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ബേക്കറി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് എടുത്ത് വെക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു കിണ്ണത്തപ്പമായിരിക്കും കേട്ടോ. അത്രയ്ക്ക് രുചിയുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റവും കൂടിയാണ്. എന്തെങ്കിലും കുറ്റിയടി വീട്ടുകൂടൽ അങ്ങനത്തെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതില്ലാതെ ഫംഗ്ഷൻ ഇല്ല എന്ന് തന്നെ വേണ്ടിക്ക് പറയാം കേട്ടോ. അത്രയ്ക്ക് എല്ലാവരും കൊണ്ടുപോവോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു പരിപാടി ഐറ്റം എന്ന് പറയുന്ന ഈ ഒരു കിണ്ണത്തപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ വെല്ലം ചേർത്ത് കൊടുക്കുക. അതായത് ശർക്കരയാണ്. നമുക്ക് ഈ ഒരു കിണ്ണത്തപ്പത്തിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലം ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള അളവിലാണ് 2 കപ്പ് വേണ്ടത്. നിങ്ങൾ ഒന്നിക്കിൽ ഇതുപോലെ കപ്പില്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ് അളവ് എടുക്കുക കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാം കൂടി ഒരു ഗ്ലാസ്സിൽ തന്നെ അളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ 2 കപ്പ് അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ ഒരു സെയിം കപ്പ് തന്നെ 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി പച്ചവെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ സ്റ്റൗ ഓൺ ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ശർക്കരയൊന്ന് മൊത്തത്തിൽ മെൽറ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു കാര്യം, വെല്ലം എടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല കറുപ്പ് കളർ പോലത്തെ കൂട്ടത്തിൽ നല്ല കളറുള്ളത് നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ കളറും കൂടും. വെല്ലത്തിൻ്റെ കളർ പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ കളറും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മെൽട്ടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെല്ലം നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ചൂടാറുന്നവരെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു കിണ്ണത്തപ്പത്തിലേക്ക് മെയിനായിട്ട് നമുക്ക് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/3 കപ്പ് അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കടലപ്പരിപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കുകയും കൂട്ടുകയും ചെയ്യുക കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ഇത് കൂടുതലായിട്ട് ഈ ഒരു പരിപ്പ് കടിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കിണ്ണത്തപ്പത്തിന്. ഇനി നമുക്ക് ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പത്തിരിപ്പൊടി ഇടിയപ്പപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു സെയിം അരിപ്പൊടി തന്നെ കേട്ടോ. പച്ചരിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡബിളോസിൻ്റെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഇതെടുത്ത് തന്നുള്ളത്. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പച്ചരി പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പച്ചരി അരച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഏതാണോ താല്പര്യമുള്ളത് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് അളവിൽ 2-ാം പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങയുടെ. അപ്പോൾ ഞാൻ എത്ര തേങ്ങ എടുത്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ പകുതി, അങ്ങനെ 1.5 മുറി തേങ്ങയുടെ പാലെടുത്തിട്ടാണ് കേട്ടോ. അതിൽ നിന്ന് 4 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മൊത്തത്തിൽ ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പൊടി നന്നായിട്ട് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു വിസ്കോ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചായിട്ട് മൊത്തത്തിലായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ മിക്സിങ് ഭയങ്കര പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം ഒട്ടും കട്ട ഉണ്ടാകാൻ പാടില്ല. കണ്ടില്ലേ ഈ ഒരു രീതിക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവറാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു 3-4 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഏലക്കായ പൊടിയൊക്കെ ഒന്ന് മാവിൻ്റെ എല്ലാ സൈഡിലും എത്തിക്കിട്ടട്ടെ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലം ഉണ്ടല്ലോ, അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു അരിപ്പൊടിക്ക് കറക്റ്റ് മധുരമാണ് കേട്ടോ ഈ ഒരു വെല്ലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരേ അളവ് പാത്രത്തിൽ തന്നെ പകുതിയാക്കിയിട്ട് എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ അരിച്ചിട്ട് തന്നെ എന്തായാലും ഒഴിച്ചു കൊടുക്കണം, കാരണം ചെറിയ കല്ല് മണ്ണ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെള്ളത്തിൽ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അരിച്ചിട്ട് തന്നെ മൊത്തത്തിലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കളർ മാറി വരും കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ അടിയിൽ പോയി നിന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കളർ മാറ്റം തോന്നാതിരുന്നത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് കളർ മാറി വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ കളറിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പത്തിനും നല്ല ഭംഗിയുള്ള കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോക്കുക ഫ്ലേവറൊക്കെ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഉണ്ടോയെന്ന് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്യുക. കാരണം ഇനി നമുക്കിത് ഇടാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു പാത്രം നിങ്ങൾ എന്തിലാണോ കിണ്ണത്തപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ ഒരു ട്രേ ഫസ്റ്റ് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏത് ടൈപ്പ് ബൗളായാലും എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നന്നായിട്ട് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് വേണം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കിത് കിണ്ണത്തപ്പം റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടോടെ തന്നെ ഇതിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് കിണ്ണത്തപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഡയറക്റ്റ് ഈ ഒരു പാത്രത്തിൽ മൊത്തത്തിലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ലേ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മിക്സ് മൊത്തത്തിൽ ഈ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചൂടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് ടൈറ്റ് ആവാൻ തുടങ്ങും കേട്ടോ. ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം, മീഡിയത്തിലോട്ടേക്ക് മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ആദ്യം തന്നെ വിസ്ക് വെച്ചിട്ട് വിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇളക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ ഇളക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ കട്ട ചാൻസ് കൂടുതലാണ്. അപ്പോൾ വിസ്ക് ആകുമ്പോൾ ഒന്നുകൂടി അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് പറ്റും. അതില്ലാന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ സ്പാച്ചിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇളക്കായിട്ട് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു വിസ്ക് വെച്ചൊന്ന് ഇളക്കിയിട്ട് കുറച്ചൊന്ന് ടൈറ്റായി വരുന്ന സമയത്ത് നമുക്കിതുകൊണ്ട് പറ്റില്ല. മരത്തിൻ്റെ തവിയ എന്തെങ്കിലും എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കിണ്ണത്തപ്പം എന്ന് പറയുന്ന ഐറ്റം സിമ്പിളാണ് കേട്ടോ. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പരിപാടി കഴിയും. പക്ഷേ ഇതൊന്ന് ഇളക്കി എടുത്തിട്ടൊന്ന് റെഡിയായി കിട്ടാൻ കുറച്ച് ടൈം വേണം കേട്ടോ. അതേ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ. ചെറുതായിട്ടൊന്ന് നല്ലപോലെ ടൈറ്റായി വരുന്ന സമയത്ത് നമ്മളിതൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കണേ. ഒന്ന് മീഡിയത്തിലോട്ടേക്കാക്കി ലോ ടു മീഡിയത്തിലോട്ടേക്കാക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇതിപ്പോൾ നല്ല ടൈറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വിസ്ക് കൊണ്ട് പറ്റില്ല. ഇനി ഞാനിതിപ്പോൾ സ്പൂണ് മാറ്റിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റേജ് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് കട്ടയാവാൻ ചാൻസ് കൂടുതലുള്ള ഒരു സമയമാണേ. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ടൈറ്റായി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് നെയ്യ് ചേർക്കണം കേട്ടോ. നെയ്യ് ഗീ ആണ്. ഒന്നിക്ക് RKG അല്ലെങ്കിൽ മിൽമയുടെ നെയ്യ് അങ്ങനത്തെ നല്ല ഫ്ലേവറും മണമൊക്കെയുള്ള നെയ്യ് ഉണ്ടല്ലോ അങ്ങനെ തന്നെ ചേർക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണേ. കാരണം ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ മെയിൻ ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒരു നെയ്യിലും കൂടിയാണ്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കടലപ്പരിപ്പില്ലേ അത് മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്ത് ചേർക്കട്ടെ. നമ്മൾ വേവിച്ചിട്ടൊന്നുമല്ല ചേർക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് ഏതാണ്ട് കിണ്ണത്തപ്പം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് 1 മണിക്കൂറൊക്കെ എന്തായാലും വേണ്ടി വരും. ആ ഒരു സമയം കൊണ്ട് എന്തായാലും ഇത് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം വെച്ചിട്ടുള്ളത് ലോയിലും കുറച്ച് മുകളിലായിട്ട് മാത്രമാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കണേ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റമാണ്. പിന്നെ വേറെ എന്താണ്, നെയ്യ് നമുക്ക് ടോട്ടലി ഇതിലേക്ക് വേണ്ടത് ഏതാണ്ട് ഒരു 4-4.5 ടേബിൾ സ്പൂണോളം വേണം. അപ്പോൾ അതുവരെ മൊത്തത്തിലായിട്ട് ഒന്നിച്ചിട്ട് ആദ്യം തന്നെ ചേർക്കാൻ പാടില്ല, ഇടയ്ക്കിടെയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറയെ ചേർത്തില്ല, ഇനി ബാക്കി കുറച്ച് കഴിയുന്നതിനനുസരിച്ചിട്ട് ടൈറ്റായി കൊണ്ട് നിൽക്കുന്നതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം.
അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ 1/4 പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചേർക്കുമ്പോൾ ആദ്യം തന്നെ മൊത്തത്തിൽ ചേർക്കാതിരിക്കുക, കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു സമയം എടുക്കുക, തേങ്ങാപ്പാലൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു മാവുമായിട്ട് യോജിച്ച് വരാൻ കുറച്ചൊന്ന് ടൈം എടുക്കും. പക്ഷേ സാവധാനം നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം നന്നായിട്ട് ഈ ഒരു സമയത്ത് മിക്സ് ആകുന്ന വരെ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ പാലും ഇതുപോലെ തന്നെ ഒന്നും ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ചത് നല്ലപോലെ ജോയിൻ ആയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പത്തിലേക്ക് മെയിനായിട്ട് 4 കപ്പ് 2/2 പാലും 1.5 കപ്പ് അളവിൽ 1/4 പാലുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു ടൈം എടുക്കുക. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് നല്ലപോലെ സാവധാനം മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് ജോയിനായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫ്ലെയിം മീഡിയത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ, കാരണം കുറച്ചൊന്ന് ലൂസായല്ലോ. ഇനി മീഡിയത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 4-4.5 ടേബിൾ സ്പൂണോളം നെയ്യ് വേണം. അപ്പോൾ കുറച്ചായിട്ട് വറ്റുന്നതിനനുസരിച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടെ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഏതാണ്ട് 1 മണിക്കൂർ മുകളിലായിട്ട് ഇനി ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. കാരണം പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ നന്നായിട്ട് കടയും കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും ഹെൽപ്പ് തേടുന്നത് നല്ലതായിരിക്കും. എനിക്ക് നന്നായിട്ട് കൈ കടഞ്ഞിട്ടുണ്ടേനു. കാരണം 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കുക എന്ന് പറയുമ്പോൾ അതുമാത്രമല്ല, ഇത് ടൈറ്റായി വരുംതോറും നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് മറ്റ് ആരെങ്കിലും ഹെൽപ്പ് തേടുന്നത് നല്ലതായിരിക്കും. പിന്നെ വേറൊരു മെയിനായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉരുളി പോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയാൻ. കാരണം അതിൽ നല്ല പെട്ടെന്ന് തന്നെ ആ ഒരു സെയിം ടെക്സ്ചറും പെർഫെക്ഷനും ഒക്കെ ആയിട്ട് വരും നമുക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ എൻ്റെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഉരുളി കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇതിൽ ചെയ്ത പ്രശ്നമൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം അതാണ് കൂടുതൽ നല്ലത് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിലായിട്ട് ഇളക്കുന്ന കാണിക്കണ്ടല്ലോ, വെറുതെ വീഡിയോ ലെങ്തി ആവേണ്ട. അപ്പോൾ ഇനി ഞാൻ ലാസ്റ്റ് ഭാഗം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്കിനി 2-2.5 ടേബിൾ സ്പൂണോളം നെയ്യൊന്നും ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഞാൻ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പോരാ കേട്ടോ, ഇനിയും നന്നായിട്ട് വറ്റി വരണം. സൈഡിലൊക്കെ നമ്മുടെ നെയ്യ് നന്നായിട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ചൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, നെയ്യൊക്കെ മുകളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി വറ്റിച്ച് ഈ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടിട്ടുന്ന ആ ഒരു ടെക്സ്ചർ ആയതിന് ശേഷം മാത്രം വേറൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാത്രമില്ലേ അതിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ കളറ് കുറച്ചുകൂടി നന്നായിട്ട് മാറി വന്നല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ ഈ ഒരു ബാറ്ററിനെ. അങ്ങനെ ഏതാണ്ട് ഒരു 1.25 മണിക്കൂർ വരെ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക കേട്ടോ. ഇതുപോലെ ചൂടോടെ തന്നെ പാത്രത്തിൽ എണ്ണ തടവിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം, എങ്കിലേ നമുക്ക് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറുന്നവരെ ഏതാണ്ട് ഒരു 5-6 മണിക്കൂറോളം പിടിക്കും. നന്നായിട്ട് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ നല്ലപോലെ ലേറ്റ് ആയതിനു ശേഷം രാത്രിയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഞാൻ ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല, രാവിലെ മാത്രമേ കട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ, എങ്കിലേ നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ രാവിലെ ഞാൻ എടുത്തിട്ടുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാത്രം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വരും. നമ്മളങ്ങനെ കത്തിയെടുത്ത് കുത്തേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം സെറ്റായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം നന്നായിട്ടുണ്ട് എന്നുള്ളത്. കഴിക്കാനാണെങ്കിൽ നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വേറെ കാര്യമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എത്രത്തോളം മൂപ്പിച്ചെടുക്കുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ കട്ടി കൂടി വരും കേട്ടോ. ചില കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന ടെക്സ്ചറിൽ കിട്ടും, ചിലത് ഭയങ്കര ഉറപ്പ് കിട്ടും. അത് നമ്മൾ ഈ ഒരു ബാറ്ററിനെ മൂപ്പിച്ചെടുക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം നിങ്ങൾക്ക്
എത്രത്തോളമൊക്കെ മൂപ്പിച്ചെടുക്കുന്നോ അത്ര അനുസരിച്ച് നന്നായിട്ട് കിട്ടും. ചിലവർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമായിരിക്കും ഇഷ്ടം, അതിനനുസരിച്ചിട്ട് കുറക്കുകയും കൂട്ടുകയും ചെയ്യാം. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ഒരു അളവ് തന്നെ എടുക്കുക. പിന്നെ വേറെ എന്താണ്, അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് വെയിറ്റ് നോക്കിയേട്ടാ. ആ ഒരു സമയത്ത് 1,300 ഉണ്ട് ഈ ഒരു കിണ്ണത്തപ്പം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വെയിറ്റ് നോക്കിയിട്ടല്ലേ വാങ്ങാറുള്ളത്, അതുകൊണ്ട് ഈ ഒരു അളവിൽ ഞാൻ വെയിറ്റ് 1,300 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പരിപ്പൊക്കെ ഇടയ്ക്കിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കടിക്കുന്ന സമയത്ത് ഈ പരിപ്പ് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലോ എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉരുളി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല മൊഞ്ചിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്